നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. അപ്പോൾ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മൾ പുതിയതായി തുടങ്ങിയിരിക്കുന്ന വാട്സപ്പ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ വാട്സപ്പ് ചാനലിലേക്ക് പോകാവുന്നതാണ്. ടാരോട്ട് ലവ് എനർജീസിന്റെ വാട്സപ്പ് ചാനലാണ്. അതിൽ കയറി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാ ദിവസവും നമ്മൾ പ്രണയ വായനകളും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതാണ്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ദയവായി എല്ലാം വായിച്ചു നോക്കുക. അതിനോടൊപ്പം തന്നെ ഇൻസ്റ്റഗ്രാമും തുടങ്ങിയിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് പോകാം. നിങ്ങളുമായിട്ടുള്ള സുന്ദരമായ നിമിഷങ്ങൾ ഈ വ്യക്തിയുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുമായി അകന്നതോടുകൂടി ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണെന്ന് നോക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയാണ്. അത് നിങ്ങളുമായിട്ടുള്ള ഏത് സാഹചര്യത്തിലാണെങ്കിൽ പോലും നമ്മൾ ഇപ്പോൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് തന്നെയാണ് നമ്മൾ നോക്കാനായി പോകുന്നത്. തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിൽ നിന്നും വളരെയധികം അകന്നു നിൽക്കുന്നതായിട്ട് കാണപ്പെടുന്നു. ഒരുപക്ഷെ വിദേശത്തായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളിലായിരിക്കാം. ഈ വ്യക്തി ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ പഠന സംബന്ധമായിട്ടോ ഈ വ്യക്തി ദൂരേക്ക് മാറി നിൽക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്കിവിടെ എടുത്തു പറയാൻ സാധിക്കുന്നത്, ഈ വ്യക്തി വളരെയധികം വിഷമ ഘട്ടത്തിലാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിരിക്കേണ്ട ഒരു സാഹചര്യമാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ വന്നുപെട്ടിട്ടുള്ളത്. ഒരുപക്ഷെ മറ്റെന്തെങ്കിലും വിവാഹ ഫംഗ്ഷനിലായിരിക്കാം, മറ്റെന്തെങ്കിലും ആഘോഷങ്ങളുടെ നടുവിൽ ഈ വ്യക്തി നിൽക്കുന്നതായി കാണപ്പെടുന്നു. മറ്റേതെങ്കിലും അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിവാഹവേളയിലോ അല്ലെങ്കിൽ അത്രയും എല്ലാവരും ഒരുമിച്ച് കൂടി സെലിബ്രേറ്റ് ചെയ്യുന്ന ആഘോഷിക്കുന്ന ഏതോ ഒരു സന്ദർഭത്തിൽ നിൽക്കുന്നതായിട്ടാണ് നമുക്ക് ഈ വ്യക്തിയെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ആ ഒരു സന്ദർഭം ഒക്കെ ആണെങ്കിൽ പോലും എല്ലാവരും ഈ വ്യക്തിക്ക് ചുറ്റിനുമുള്ളവർ സന്തോഷിക്കുന്നുണ്ട്. എല്ലാവരും സന്തോഷിക്കുന്നുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കുന്നുണ്ട്. പക്ഷെ ഈ വ്യക്തിക്ക് എന്തുകൊണ്ടോ അതിലേക്ക് പരിപൂർണമായിട്ടും ഇഴുകിച്ചേരാനോ അത് ആസ്വദിക്കാനോ ആഘോഷിക്കാനോ വളരെ പോസിറ്റീവായിട്ടുള്ള മനസ്സോടു കൂടി നിൽക്കാനോ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കിതിലൂടെ വ്യക്തമാകുന്നത്. ഈ വ്യക്തിയുടെ ജീവിതത്തിലെ ഓരോ വസ്തുവിനെയും അല്ലെങ്കിൽ ഓരോ സന്ദർഭങ്ങളെയും ഓരോ കാര്യത്തെയും ഈ വ്യക്തി കാണുമ്പോൾ അത് തീർത്തും നിങ്ങളുമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സാന്നിധ്യമാണ് ഈ വ്യക്തി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ അത് മറ്റുള്ളവർ ഒരുപക്ഷെ കാറിൽ യാത്ര ചെയ്യുമ്പോൾ അത് കാണുമ്പോൾ ഈ വ്യക്തി വിചാരിക്കുന്നത് അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നത് നിങ്ങളുമായിട്ട് ഒരുമിച്ച് കാറിലോ ബൈക്കിലോ ഒക്കെ സഞ്ചരിച്ച ആ ഒരു സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ അത്രയും മനോഹരമായിട്ടുള്ള നിമിഷങ്ങളാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് എങ്ങനെയെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചേരണം എന്നുള്ള ആ ഒരു അത്രയും ഒരു വാശി അല്ലെങ്കിൽ അത്രയും ഒരു മാനസികപരമായിട്ടുള്ള പിരിമുറുക്കം ഈ വ്യക്തിക്ക് വരുന്നുണ്ട്. അതുമാത്രമല്ല മറ്റുള്ളവർ ഈ വ്യക്തിയോട് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതൊരു പക്ഷെ നിങ്ങളുമായിട്ട് നിങ്ങളെ കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളെ റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തിലോ ദാമ്പത്യ ജീവിതത്തിലോ എന്തെങ്കിലും വിള്ളലുകൾ സംഭവിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അതിനെ ചൊല്ലിയായിരിക്കാം മറ്റുള്ളവർ ഈ വ്യക്തിയെ നല്ല രീതിയിൽ തന്നെ കളിയാക്കുന്നതായിട്ടും അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്നതായിട്ടും നിങ്ങളുമായിട്ടുള്ള ഈ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ അതിൻ്റെ വിശദാംശങ്ങൾ ചോദിക്കുന്നതായിട്ടും മറ്റുള്ളവർ ഈ വ്യക്തിയെ താഴ്ത്തിക്കെട്ടുന്നതായിട്ടും ഒക്കെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർത്തും ഈ വ്യക്തി കഴിവതും ഒറ്റപ്പെട്ട് ജീവിക്കാനും മുന്നോട്ട് പോകാനുമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കുവാൻ വേണ്ടി മറ്റുള്ള സന്തോഷ മുഹൂർത്തങ്ങളിൽ പങ്കെടുക്കാനോ ഈ വ്യക്തിക്ക് കഴിയില്ല. കാരണം ഈ വ്യക്തിയുടെ കൂടെ ഉള്ളവർ പോലും ഇപ്പോൾ ഈ വ്യക്തിയുടെ ശത്രുക്കളാണ്. അത് നിങ്ങളുമായിട്ടുള്ള പ്രശ്നത്തെ ചൊല്ലി തന്നെ വന്നിട്ടുള്ള ആ ഒരു സന്ദർഭങ്ങളായിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഇപ്പോൾ വിദേശത്തായിരിക്കാം, അല്ലെങ്കിൽ നന്നായിട്ട് നല്ല കഴിവുള്ള വ്യക്തിയായിരിക്കാം. ഏത് കാര്യവും ഏറ്റെടുത്തു കഴിഞ്ഞാൽ വളരെ കൃത്യതയോടുകൂടിയും വൃത്തിയായിട്ടും ആ ഒരു കാര്യം ആ ഒരു പ്രൊജക്റ്റ് തീർത്തെടുക്കുന്ന ഒരു പേഴ്സണായിട്ട് കാണിക്കുന്നുണ്ട്. വളരെയധികം ലക്ഷ്യബോധമുള്ള വ്യക്തി തന്നെയാണ്. പക്ഷെ നിങ്ങളോടുള്ള അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു പ്രശ്നങ്ങൾ അത് ഒട്ടും തന്നെ പ്രതീക്ഷിക്കാതെ തന്നെയാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളത്.
ഇത്തരം അവസ്ഥകൾ ഈ വ്യക്തിക്ക് വന്നു ചേർന്നതിന് വളരെയധികം ദുഃഖവും ഈ വ്യക്തിക്കുണ്ട്. ഒരുപക്ഷെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണക്കാരൻ അല്ലെങ്കിൽ തുടക്കക്കാരൻ ഈ വ്യക്തി തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സാന്നിധ്യവും ആയിരിക്കാം. പക്ഷെ എന്ത് തന്നെയാണെങ്കിൽ പോലും നിങ്ങളുമായിട്ട് ഇത്രയും അധികം പിരിയേണ്ടി വന്നതിനും അകലത്തിലാകേണ്ടതിനും ആകേണ്ടി വന്നതിനും ഈ വ്യക്തി വളരെയധികം ഖേദിക്കുന്നു, പശ്ചാത്തപിക്കുന്നുണ്ട്. പക്ഷേ എംപറർ എനർജിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. കാരണം ഒരുപക്ഷെ ഈ വ്യക്തിയുടെ വിഷമമോ സങ്കടമോ ദുഃഖമോ മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കുന്നില്ലായിരിക്കാം. കാരണം അത് കാണിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് അഭിമാനം പോവും, അല്ലെങ്കിൽ സ്വന്തമായി തോറ്റുപോകും എന്നുള്ള ആ ഒരു വാശിയും ആ ഒരു നിർബന്ധ ബുദ്ധിയും കാരണം ഈ വ്യക്തി ഒരു കണക്കിന് പിടിച്ചു നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ ഈ വ്യക്തി എന്തൊക്കെയോ കാര്യങ്ങളിൽ വിജയം കൈവരിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. വിജയം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് പ്രൊഫഷണൽ പരമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ കരിയർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലായിരിക്കാം. അതിലൊക്കെ മികവ് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ഒരു ഉയർച്ച ഈ വ്യക്തിക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ വ്യക്തിയെ ഒരു പാഠം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രപഞ്ചശക്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങളായിട്ടുള്ള ബന്ധം ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത്രയും ഏറ്റവും നല്ലൊരു ബന്ധം തന്നെ ആയിരുന്നു. പക്ഷെ ഈ വ്യക്തിക്ക് എന്തുകൊണ്ടോ നിങ്ങളെക്കാൾ നല്ലത് മറ്റാരെങ്കിലും ആണോ, അല്ലെങ്കിൽ നിങ്ങളെക്കാൾ ക്വാളിറ്റി ഉള്ള അല്ലെങ്കിൽ നിങ്ങളെക്കാൾ ഗുണങ്ങളുള്ള മറ്റാരെങ്കിലും ലഭിക്കും എന്നുള്ള ചിന്തകൾ ഒരുപക്ഷെ ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ടാകണം. അപ്പോൾ അത്തരം മോശം ചിന്തകൾ ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം മാറിപ്പോകാനും നിങ്ങൾ തന്നെയാണ് ഈ വ്യക്തിക്ക് എന്തുകൊണ്ടും അനുയോജ്യമായിട്ടുള്ള പങ്കാളി അല്ലെങ്കിൽ കമിതാവ് എന്നുള്ള സത്യമാണ് യൂണിവേഴ്സ് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒറ്റപ്പെടുത്തലുകൾ ഒരു ഒരു നിസാരമായിട്ടുള്ള അല്ലെങ്കിൽ സാധാരണയായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ ഈ വ്യക്തിയെ സംബന്ധിക്കുന്ന ഓരോ കാര്യങ്ങളിലും നിങ്ങളുടെ സാന്നിധ്യം ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നു. നിങ്ങളുമായിട്ട് ഒരുപക്ഷെ ബന്ധത്തിലായിരുന്ന സമയത്ത് നിങ്ങൾ അത്രയും ആഗ്രഹിച്ചിട്ടുണ്ടാകാം ഈ വ്യക്തിയായിട്ട് ഒരുമിച്ച് പോകാനോ യാത്ര ചെയ്യാനോ സമയം ചെലവഴിക്കാനോ ഒക്കെയും. മറ്റു കമിതാക്കളും ഭാര്യ ഭർത്താക്കന്മാരും ആഗ്രഹിക്കുന്ന അതേ ആഗ്രഹം തന്നെ നിങ്ങളും ആഗ്രഹിച്ചുള്ളൂ. പക്ഷെ അന്നേരത്തൊന്നും ഈ വ്യക്തിക്ക് ഒരുപക്ഷെ നിങ്ങളിലേക്ക് പരിപൂർണമായിട്ട് അടുക്കാനോ നിങ്ങളുമായിട്ട് സംസാരിക്കാനോ നിങ്ങളുടെ മനസ്സറിയാനോ നിങ്ങളെ മനസ്സിലാക്കാനോ ശ്രമിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ വ്യക്തി ഈ ഒരു സന്ദർഭത്തിന് വേണ്ടി കാത്തിരിക്കുന്നു, കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കാണാൻ കഴിയുന്നത്. എന്ത് തന്നെയായാലും ഇവിടെ ഏറ്റവും കൂടുതൽ സ്പിരിച്വൽ പ്രോത്സാഹനം, ആത്മീയപരമായിട്ടുള്ള പ്രോത്സാഹനം വന്നുകൊണ്ടിരിക്കുന്നത് ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് തന്നെയാണ്. അത് നിങ്ങൾക്ക് പല സാഹചര്യത്തിലൂടെയും സന്ദർഭങ്ങളിലൂടെയും നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പ്രപഞ്ചശക്തി അങ്ങനെയൊന്നും നിങ്ങളെ വെറുതെ വിടില്ല എന്നും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് പരിപൂർണമായിട്ടുള്ള ഒരു തീർപ്പ് ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തിലാണ് നിങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ വരാനിരിക്കുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അനുയോജ്യമായിട്ടുള്ളതും നിങ്ങളെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് നയിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ വളരെയധികം വിജയം കൈവരിക്കാൻ പറ്റിയ സന്ദർഭങ്ങളാണ് ഇനി ഈ വ്യക്തിക്ക് മുന്നിൽ വരുവാൻ പോകുന്നത്. ഒരുപക്ഷെ ഈ വ്യക്തി നിങ്ങളെ സോഷ്യൽ മീഡിയയിലും മറ്റ് പ്ലാറ്റ്ഫോമിൽ നിന്നും നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ വരെ ബ്ലോക്ക് ചെയ്തിട്ട് ഈ വ്യക്തി പോയിട്ടുണ്ടാകാം. പക്ഷെ അതെല്ലാം തപ്പിപ്പിടിച്ച് അതെല്ലാം തപ്പിയെടുത്ത് കഷ്ടപ്പെട്ട് ഈ വ്യക്തി നിങ്ങളെ കോൺടാക്ട് ചെയ്യാനും നിങ്ങളുമായിട്ട് ഒരു സംഭാഷണത്തിന് തയ്യാറാകാനുള്ള സാധ്യതകളും വളരെയധികം കാണിക്കുന്നു. കാരണം ഈ വ്യക്തിയുടെ എനർജി ഇപ്പോൾ വളരെയധികം ഉയർന്ന തലത്തിലാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് അത്രയും അധികം പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളും ചിന്താഗതികളും വന്നു ചേർന്നിട്ടുണ്ട്. ഈ ഒരു മാറ്റം എന്തുകൊണ്ടും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷ വാർത്ത തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ ഇത്രയും കാലം ഈ വ്യക്തി ഇത്രയും ഒറ്റപ്പെട്ടു അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും മാറി നിന്നു, അതെല്ലാം തന്നെ മാറി മറിയുന്ന ഒരു സന്ദർഭത്തിലേക്ക് നിങ്ങൾ രണ്ടുപേരും എത്തിച്ചേരുന്നു. അതുമാത്രമല്ല നിങ്ങൾ രണ്ടുപേരും ചേർന്ന് കഴിഞ്ഞാൽ അത്രയും അധികം സന്തോഷത്തെയും ആഘോഷങ്ങളെയും തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കുന്നത് ആ ഒരു ഒന്നിക്കൽ അല്ലെങ്കിൽ ആ ഒരു റിയൂണിയൻ കാണുവാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ടാകാം. അത് നിങ്ങളുടെ അടുത്തുള്ള സുഹൃത്തുക്കളായിരിക്കാം, നല്ല മനസ്സുള്ള സഹപ്രവർത്തകരായിരിക്കാം, ഇനിയിപ്പോൾ നിങ്ങളുടെ സ്വന്തം അച്ഛനും അമ്മയും തന്നെ ആയിരിക്കാം. നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു ഒന്നിപ്പ് അല്ലെങ്കിൽ ഒന്നിക്കുന്ന ആ ഒരു നിമിഷം സ്വപ്നം കാണുകയും നന്നായി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പറ്റം അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികളുടെ സാന്നിധ്യം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. അപ്പോൾ അവരുടെ ആ ഒരു നല്ല മനസ്സും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്.
അപ്പം ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള നിമിഷങ്ങൾ ഈ വ്യക്തിയുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. കാരണം നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും മനോഹരമായിരിക്കുന്ന സന്ദർഭങ്ങളാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവർ അവരുടെ സ്വന്തം ഇണയുമായിട്ട് നൃത്തം ചെയ്യുകയോ അല്ലെങ്കിൽ നല്ല രീതിയിലൊക്കെ ആഘോഷിക്കുകയും പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ വ്യക്തി ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. ഈ വ്യക്തിക്കാണെങ്കിലോ നിങ്ങളുടെ സ്ഥാനത്ത് മറ്റാരെയും പ്രതിഷ്ഠിപ്പിക്കാനും സാധിക്കില്ല. അപ്പോൾ ആ ഒരു സത്യവും ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം സന്ദർഭങ്ങൾ എന്തുകൊണ്ടും നല്ലതാണ്. കാരണം സത്യസന്ധരായ വ്യക്തികളുടെ സാന്നിധ്യം അറിയണമെങ്കിൽ ഇത്തരം സന്ദർഭങ്ങൾ ആവശ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ മാനസികാവസ്ഥ മുഴുവനുമായിട്ടും നിങ്ങളിലേക്ക് തന്നെയാണ് നോട്ടമിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ പുതിയതായി നമ്മൾ വാട്സപ്പ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇൻസ്റ്റാഗ്രാമും തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാം. അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.